+1 സെക്കൻഡ് അലോട്ട്മെന്റ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് വേളയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുകയാണ്. എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എന്നല്ലേ? ഇവിടെ എന്താണ് അതിപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നല്ലേ? 2ാം അലോട്ട്മെന്റിനൊപ്പം സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷനും കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷനും നടക്കുന്നതിനാൽ വിവിധ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം ഏതെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇവിടെ പ്രവേശന നടപടികൾ ഒരേ കാലയളവിൽ നടക്കുന്നതിനാൽ, അതായത് 2ാം അലോട്ട്മെന്റിന്റെയും സ്പോർട്സ് കോട്ടയിലെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെയും കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷന്റെയും പ്രവേശനമാണ് ഇവിടെ ഒരേ കാലയളവിൽ നടക്കുന്നത്. അതിനാൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിയാൽ ആ വിദ്യാർത്ഥിക്ക് മറ്റൊരു കോട്ടയിലേക്ക് പ്രവേശനം മാറ്റാൻ സാധിക്കുകയില്ല എന്നതാണ് സെക്കൻഡ് അലോട്ട്മെന്റിലെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയപ്പെട്ട 2 ദിവസത്തിലെ ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെ ചെന്ന് ചേരാനുള്ള അവസരമുണ്ട്. ഇപ്രകാരം ആഗ്രഹിച്ച ഗ്രൂപ്പിൽ സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ പ്രവേശനം ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ +1ന്റെ സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ 1ാമത്തെ ഓപ്ഷനിൽ അഥവാ ഏറ്റവും ആഗ്രഹിച്ച ഒരു ഗ്രൂപ്പിൽ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥി ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ഏത് കോഴ്സിലാണ് അഡ്മിഷൻ ലഭിക്കേണ്ടത്, ഏത് കോട്ടയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു സന്ദർഭമാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. 2ാം അലോട്ട്മെന്റിനൊപ്പം കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ 2ാം അലോട്ട്മെന്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഈ കാലയളവിൽ ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിനേക്കാൾ മുൻഗണന നൽകുന്ന മറ്റേതെങ്കിലും ഒരു വിദ്യാലയത്തിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാലയത്തിൽ അഡ്മിഷൻ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ സാധ്യത പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ മറ്റൊരു വിദ്യാലയത്തിൽ താൽക്കാലിക അഡ്മിഷനായി സമർപ്പിച്ചിരിക്കുന്ന TC മറ്റ് അനുബന്ധ ഒറിജിനൽ രേഖകൾ അവിടെ നിന്ന് പിൻവലിക്കാനും പാടുള്ളൂ. അതിനാൽ അഡ്മിഷൻ തീയതികളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഈ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാലയത്തിൽ സമർപ്പിച്ചിരിക്കുന്ന താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥി ആ താൽക്കാലിക പ്രവേശനത്തിന് സമർപ്പിച്ചിരിക്കുന്ന TC പോലെയുള്ള ഒറിജിനൽ രേഖകൾ അവിടെ നിന്ന് വാങ്ങാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, 1ാം അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിലവിൽ താൽക്കാലിക പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാലയത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്, മറ്റൊരു മാറ്റവുമില്ല എങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ അലോട്ട്മെന്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് അത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല എങ്കിൽ, 1ാമതായി നൽകിയിരിക്കുന്ന ഓപ്ഷൻ അല്ല എങ്കിൽ ടെമ്പററി അഡ്മിഷൻ എന്ന ഫെസിലിറ്റി തുടരുകയും ചെയ്യാവുന്നതാണ്. ഒരു വിദ്യാലയത്തിലെ ടെമ്പററി അഡ്മിഷനിൽ നിന്നും മറ്റൊരു വിദ്യാലയത്തിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ല ലഭിച്ചത് എങ്കിൽ ടെമ്പററി അഡ്മിഷൻ ആ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി വീണ്ടും ടെമ്പററി അഡ്മിഷനായി വിദ്യാർത്ഥികൾക്ക് തുടരാനുള്ള അവസരവും ഉണ്ടായിരിക്കും. നേരെമറിച്ച് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് എങ്കിൽ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടുകയും ചെയ്യേണ്ടതാണ്. മറ്റു ചില വിദ്യാർത്ഥികളുടെ സംശയം, ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ നിന്നും മുമ്പുണ്ടായിരുന്ന താൽക്കാലിക അഡ്മിഷനിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുമോ എന്ന സംശയവും ചിലർ ഉന്നയിക്കാറുണ്ട്. അത് ഇപ്പോൾ ഈ അലോട്ട്മെന്റ് പ്രക്രിയയിൽ ഒരിക്കലും സാധ്യമല്ല. നിലവിലുണ്ടായിരുന്ന ഒരു ഓപ്ഷനിൽ നിന്നും
അതിനേക്കാൾ താഴ്ന്ന ഒരു ഓപ്ഷനിലേക്ക് ഒരിക്കലും അലോട്ട്മെന്റ് പ്രക്രിയകൾക്കിടയിൽ തിരിച്ചു പോകുവാൻ സാധ്യമല്ല. പിന്നീട് സ്കൂൾ ട്രാൻസ്ഫർ എന്ന ഒരു ഫെസിലിറ്റി വരുമ്പോൾ മാത്രം ഇപ്രകാരം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല ലഭിച്ചിട്ടുള്ളത് എങ്കിൽ മറ്റൊരു കോമ്പിനേഷനിലേക്ക് നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിലൂടെ തിരികെ പോകാവുന്നതാണ്. എന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെന്റിലൂടെ എത്തിച്ചേർന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്കൂൾ ട്രാൻസ്ഫർ എന്ന ഫെസിലിറ്റിയും നിരസിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സ്കൂൾ ട്രാൻസ്ഫർ സൗകര്യം ഉപയോഗപ്പെടുത്താനും സാധ്യമല്ല. വിദ്യാർത്ഥികളുടെ മറ്റൊരു സംശയമാണ് വിവിധ അപേക്ഷാ നമ്പറുകൾ കാണുന്നുണ്ട് എന്ന്. അതായത് വിവിധ ജില്ലകളിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ അപേക്ഷാ നമ്പറുകളായിരിക്കും, വിവിധ കോട്ടകളിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും ലഭിക്കുക. തെളിച്ചു പറഞ്ഞാൽ ഏകജാലക ജനറൽ കോട്ടയിൽ അപേക്ഷിച്ച അപേക്ഷാ നമ്പർ അല്ല സ്പോർട്സ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും അപേക്ഷിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ അതിലും വ്യത്യസ്തമായ ഒരു അപേക്ഷാ നമ്പർ ആയിരിക്കും മാനേജ്മെന്റ് കോട്ടയിലൂടെ പ്രവേശനം നേടുന്ന മറ്റൊരു വിദ്യാർത്ഥിക്കും ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം മൂന്നാം അലോട്ട്മെന്റിൽ എത്രമാത്രം സാധ്യതകളുണ്ട് എന്നുകൂടി വിശദീകരിക്കാം. കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ ഓരോ ബാച്ചിലേക്കും 20% വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ നൽകപ്പെടുന്നത്. അതായത് 60-65 വിദ്യാർത്ഥികൾ വീതമുള്ള ബാച്ചുകളിലേക്ക് 12-13 വിദ്യാർത്ഥികളെ വീതം കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ അലോട്ട് ചെയ്യപ്പെടുന്നു. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നതിനാൽ ഇവയിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ അവരുടെ ലോവർ ഓപ്ഷനുകളിൽ അലോട്ട് ചെയ്യപ്പെട്ടവരായേക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ അത്ര കണ്ട് ഒഴിവുകൾ മൂന്നാമത്തെ അലോട്ട്മെന്റിന് സൃഷ്ടിക്കപ്പെടാനും നികത്തപ്പെടാനും അതുവഴി എവിടെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുവാനുമുള്ള അവസരമുണ്ട് എന്നത് ഇതുവരെ എവിടെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. അതിനാൽ ഓർക്കുക, മൂന്നാമത്തെ അലോട്ട്മെന്റ് വരാനുണ്ട്. ആ അലോട്ട്മെന്റിലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷനുള്ള അവസരമുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം അപേക്ഷ അഡ്മിഷൻ നിരസിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഫൈനൽ കൺഫർമേഷൻ നടത്താത്തതിനാലും അപേക്ഷ അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ അഥവാ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് വേളയിൽ അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ ഈ അവസരത്തിൽ തെറ്റു തിരുത്തി അപേക്ഷ പുതുക്കി സമർപ്പിക്കണമെന്നതും മറക്കാൻ പാടില്ല. വേക്കൻസിയും നോട്ടിഫിക്കേഷനും അപേക്ഷ തീയതികളും മുഖ്യഘട്ട പ്രവേശന സമയപരിധിക്ക് ശേഷം HSCAP എന്ന വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്.